ഓഫീസിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് 7 മണിയായി. ഭദ്ര ഫ്ളാറ്റിലെത്തിയപ്പോൾ 4ാം നിലയിലെ തന്റെ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് കോഫി കുടിക്കുന്നതിനോടൊപ്പം എന്നത്തെയും പോലെ നഗരത്തിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് അവൾ. ഇതിപ്പോൾ തനിക്കൊരു ദിനചര്യയായിരിക്കുന്നു. എന്നത്തെയും പോലെ ഇന്ന് അവൾ ചിന്തയിലാണ്ടു. താനിവിടെ എത്തിപ്പെട്ടിട്ട് ഇന്നേക്ക് 5 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞുപോയ 5 വർഷങ്ങൾ തന്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ അവൾ ഓർത്തെടുത്തു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും ആ പഴയ കുറുമ്പുകാരിൽ നിന്നും ഇന്നത്തെ പക്വത നിറഞ്ഞ പെണ്ണിലേക്കുള്ള ദൂരം. എന്തിനായിരുന്നു താനെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്ത്? പലപ്പോഴും അവൾ അവളോട് തന്നെ ചോദിച്ച ചോദ്യമായിരുന്നത്. പക്ഷെ 5 വർഷങ്ങൾക്കിപ്പുറവും അവൾക്ക് അതിൻ്റെ ഉത്തരം കണ്ടെത്താനായിട്ടില്ല. താൻ കാരണം, തൻ്റെ ആ വാശിയോടെയുള്ള തീരുമാനം കാരണം ആരൊക്കെയോ വേദനിക്കേണ്ടി വന്നു. ഏറ്റവും കൂടുതൽ വേദനിച്ച തൻ്റെ മനുവേട്ടനായിരുന്നു. തൻ്റെ അന്നത്തെ വാശിയിൽ പൊലിഞ്ഞത് താനും മനുവേട്ടനും ഒരുമിച്ച് കണ്ട തങ്ങളുടേത് മാത്രമായ സുന്ദര സ്വപ്നങ്ങളാണ്. അവളുടെ കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു. ഇല്ല, ഇനിയും മനുവേട്ടനെ ഓർത്ത് താൻ വേദനിക്കാൻ പാടില്ല. മനുവേട്ടൻ ഇന്ന് മറ്റൊരാൾക്ക് സ്വന്തമാണ്. നിസ്സാര കാര്യത്തിനാണ് താൻ മനുവേട്ടനുമായി പിണങ്ങി വാശി പിടിച്ചത്. തൻ്റെ അന്നത്തെ ആ വാശി മനുവേട്ടനെയും വാശി പിടിപ്പിച്ചു. അപ്പോഴത്തെ വാശിപ്പുറത്ത് ഇനി എനിക്ക് മനുവേട്ടനെ കാണേണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നതാണ് താൻ. ഇവിടെ തൻ്റെ ഫ്രണ്ടിൻ്റെ ഏട്ടൻ്റെ കമ്പനിയിൽ അവളുടെ സഹായത്തോടെ അക്കൗണ്ടൻ്റായി ജോലി കിട്ടി. അങ്ങനെയാണ് താൻ ബാംഗ്ലൂർ നഗരത്തിൽ എത്തപ്പെട്ടത്. അവളെ ചിന്തയിൽ നിന്നുണർത്തിയത് ഒരു ഫോൺ കോളായിരുന്നു. അമ്മയാണ്. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അമ്മ, ആ മോളെ, നീ ജോലി കഴിഞ്ഞെത്തിയോ? ആ അമ്മ, ഞാനെത്തി. കോഫി അടിക്കുക? ആ മോളെ, അമ്മ ഇന്നലെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്ത് തീരുമാനിച്ചു? അമ്മ ചോദിച്ചു. അമ്മ, അത് നിന്റെ പെറ്റമ്മയാ ഞാൻ. നിന്നെ കാണുന്ന എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ മോളെ? കഴിഞ്ഞ 5 വർഷമായി ഞാനും നിന്റെ അച്ഛൻ ഇവിടെ നീറി കഴിയാന്ന് നിനക്കറിയില്ലേ മോളെ? അവർ വിതുമ്പി. അമ്മ, കരയില്ലേ അമ്മ, പ്ലീസ്. ഞാൻ കരയുന്നില്ല. മുത്തശ്ശിക്ക് നിന്നോട് സംസാരിക്കണമെന്ന് പറയാ, ഞാൻ കൊടുക്കാം. മുത്തശ്ശി. അവരൊന്ന് മൂളി. മുത്തശ്ശിക്ക് എന്നോട് ദേഷ്യമാണോ? അവൾ ചോദിച്ചു. ഓ, ദേഷ്യപ്പെടാനും വാശി കാണിക്കാനൊക്കെ നമ്മളാരാ? ഓരോരുത്തർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതിനിടക്ക് അഭിപ്രായം പറയാൻ നമ്മളൊക്കെ ആരാ? മുത്തശ്ശി പരിഭവിച്ചു. മുത്തശ്ശി, അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ലായിരുന്നു. മോള് സങ്കടപ്പെടണ്ട, ഞങ്ങൾക്കൊക്കെ നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ മോളെ ഞങ്ങൾ വിളിക്കുന്നേ, അമ്മ പറഞ്ഞു. എൻ്റെ കണ്ണടയിണിന് മുമ്പ് എനിക്ക് നിന്നെ ഒന്ന് കാണാൻ കഴിയുമോ എൻ്റെ കുട്ടി? മുത്തശ്ശിയുടെ സ്വരമിടർന്ന് അവൾ അറിഞ്ഞു. മുത്തശ്ശി സങ്കടപ്പെടേണ്ട, ഞാൻ ഉടനെ വരും അങ്ങോട്ടേക്ക്. മോളെ, സത്യമാണ് നീ പറഞ്ഞേ? അതെ അമ്മേ, എനിക്ക് ഇനിയും വയ്യ. നിങ്ങളൊക്കെ കാണാതെ കുറേ വർഷങ്ങളായി. ഉരുകി കഴിയുമോ ഞാൻ? ഇനിയും വയ്യ അമ്മേ, എനിക്ക് എല്ലാവരെയും കാണും. 5 വർഷത്തിന് ശേഷം മോള് വരുന്നറിഞ്ഞ അച്ഛനും അമ്മയും മുത്തശ്ശിയൊക്കെ അവളെ സ്വീകരിക്കാനും അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാനും തുടങ്ങി. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ നാട്ടിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ അവളെ പിക്ക് ചെയ്യാൻ ചെറിയച്ഛൻ്റെ മകൻ ഉണ്ണിയാണ് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവളൊന്ന് ഞെട്ടി. അത് മനുവായിരുന്നു. അവൾ മനുവിൻ്റെ അടുത്തേക്ക് പോയി. മനു ഒന്നും മിണ്ടാതെ അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി വണ്ടിയിൽ വെച്ചു. അവൻ വണ്ടിയിൽ കയറി, കൂടെ അവളും. കുറേ നേരം അവർക്കിടയിലുണ്ടായിരുന്ന മൗനം ഭേദിച്ച് അവൾ സംസാരിച്ചു. മനുവേട്ടന് സുഖാണോ? അവനൊന്ന് മൂളി. വൈഫിനോ? അതിന് അവനൊന്ന് മൂളി. നിനക്ക് സുഖാണോ? ആ, സുഖ. അവൾ വീട്ടിലെത്തിയപ്പോൾ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. എല്ലാവരും അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവൾക്കും കരച്ചിൽ നിയന്ത്രിക്കാനായില്ല. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായിക്കൊടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. അങ്ങനെ 2 ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ബന്ധുക്കളൊക്കെ അവളെ കാണാൻ വന്നു. പക്ഷെ മനുവിൻ്റെ ഭാര്യ മാത്രം വന്നില്ല. അല്ലാമായി, മനുവേട്ടൻ്റെ പെണ്ണിനെ മാത്രം കണ്ടില്ലല്ലോ, എന്താ വരാത്തേ? അത് മോളെ, അവൾക്ക് നല്ല ക്ഷീണമുണ്ട്, കിടക്കുക. മോളോട് അവളെ കാണാൻ ചെല്ലുമെന്ന് ചോദിച്ചു. അതിനെന്താമ്മായി, ഞാൻ പോവാലോ. പിന്നെ കണ്ടാച്ചമ്മായി, മുത്തശ്ശി ഞാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലല്ലേ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, എത്ര മാസമായി? അതൊക്കെ അവൾ പറയും, നീ ചെല്ലേ. ഓക്കെ അമ്മായി, എന്നപ്പോൾ തന്നെ പോയേക്കാം. അമ്മേ, ഞാൻ മനുവേട്ടൻ്റെ പെണ്ണിനെ കണ്ടിട്ട് വരാം. അതും പറഞ്ഞ് അവൾ പോയി. അവൾ പോയതിന് പിന്നാലെ എല്ലാവരും ഒരു പൊട്ടിച്ചിരിയായിരുന്നു. ഇന്ന് അവളുടെ കിളിയൊക്കെ കണ്ടം വഴി ഓടും. അവളുടെ കസിൻ അമ്മു പറഞ്ഞു. അല്ല, എല്ലാവരെയും കുറച്ച് സങ്കടപ്പെടുത്തിയതിന് ഒരു ചെറിയ ഡോസെങ്കിലും കൊടുക്കണ്ടേ? അമ്മായി പറഞ്ഞു. ഓനെ മനു, നീ വീട്ടിലോട്ട് ചെല്ലി, അവളിപ്പോൾ അങ്ങ് എത്തും. പിന്നെ നിങ്ങൾ തിരിച്ചു വരേണ്ടത് പരിഭവവും പരാതിയൊക്കെ പറഞ്ഞു തീർത്ത് ഒന്നാവാനുള്ള തീരുമാനത്തോടെ ആവണം. ശരി മുത്തശ്ശി. മനോടൊന്ന് പോയി. ഭദ്ര വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. വീട് പൂട്ടിക്കിടക്കുകയാണല്ലോ. അവൾ ചിന്തിച്ചെന്നപ്പോഴേക്കും മനുകുട്ടിക്ക് വന്നു. അല്ല മനുവേട്ടാ, വീട് പൂട്ടിക്കിടക്കുകയാണല്ലോ, ആളെവിടെയാ? അവൾ മുറി കിടക്കുക, പൂട്ടി പൊക്കോളാൻ അവൾ പറഞ്ഞു. ഞാൻ തുറക്കാം, നീ പോയി കണ്ടോ. മനു വാതിൽ തുറന്നെടുത്തു. അവൾ നേരെ മനുവിൻ്റെ മുറി ലക്ഷ്യമാക്കി നടന്നു. അവൻ പുറകെയും.
അവൾ മുറിയുടെ അടുത്തെത്തി. മുറി ലോക്കായിരുന്നു. ഹലോ. അവൾ മുറി തുറന്ന് അകത്ത് കയറി. ഇവിടെ ഇല്ലേ? ഇതെവിടെ പോയി? ഓ, വാഷ്റൂമിൽ പോയി കാണും. അവൾ മുറിയിൽ കയറി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വന്ന്. ആ മനുവേട്ടാ, അയാൾ വാഷ്റൂമിൽ പോയെന്ന് തോന്നുന്നു. അവനൊന്ന് മൂളി. ഒരു മൂളിപ്പാട്ടൊക്കെ പാടി തിരിഞ്ഞപ്പോഴാണ് ഭദ്ര ആ കാഴ്ച കണ്ടത്. ചുമരിൽ തൻ്റെ ഫോട്ടോ. അവളൊന്ന് ഞെട്ടി മുറി മുഴുവൻ നോക്കി. അവൾ വീണ്ടും ഞെട്ടി. മനുവേട്ടൻ്റെ മുറിയുടെ ചുമര് മുഴുവൻ തൻ്റെ പല പോസിലുള്ള ഫോട്ടോസാണ്. പിന്നെ താനും മനുവേട്ടനും ഒരുമിച്ചുള്ള ഫോട്ടോകളും. അവളൊരു നിമിഷം തറഞ്ഞു നിന്നു. മനുവേട്ടാ, എന്താ ഇത്? അവൾക്ക് ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് വാഷ്റൂമിനടുത്ത് പോയി വാതിൽ തുറന്നു. അവിടെ ആരും ഇല്ലായിരുന്നു. അവൾ ഓടി മനുവിനടുത്ത് വന്നു. മനുവേട്ട, എന്താ ഇത്? എവിടെ മനുവേട്ടൻ്റെ പെണ്ണ്? ഇതൊക്കെ എന്താ? ചുമരിലെ ഫോട്ടോസ് ചൂണ്ടി അവൾ ചോദിച്ചു. നിനക്കെൻ്റെ പെണ്ണിനെ കാണണ്ടേ? വാ. അവൻ അവളുടെ കൈ പിടിച്ച് കണ്ണാടിക്ക് നേരെ നടന്ന് അവളെ കണ്ണാടിക്ക് മുമ്പിൽ നിർത്തി. അവൻ അവൾക്ക് പുറകിലായി നിന്നു. അവൾ കണ്ണാടിയിലൂടെ അവനെ സംശയത്തോടെ നോക്കി. നിനക്ക് കാണണ്ടേ എൻ്റെ പെണ്ണിനെ? അവൻ ധാവണിക്കിടയിലൂടെ അവളുടെ വയറിൽ കൈ ചേർത്ത് പിടിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയി. അവൾ അവനിൽ നിന്ന് കുതറി മാറി. അവനോട് എന്തേ കാണിക്കുന്നേ? ഞാനൊന്നും കാണിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ മോളെ, ഇനിയല്ലേ തുടങ്ങാൻ പോകുന്നേ. അവനൊരു കള്ളച്ചിരിയോടെ അവളെ നോക്കി. അവളൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി. ദേ കാണ് എൻ്റെ പെണ്ണിനെ. അവൻ അവളെ കണ്ണാടിക്കുമ്പോൾ തിരിച്ചു നിർത്തി അവളുടെ പ്രതിബിംബത്തെ ചൂണ്ടി പറഞ്ഞു. മനുവേട്ട. അവളെ കണ്ണാടിയിലൂടെ അവനെ നോക്കി. നീ എന്താടി കരുതിയേ? എന്നെ വേണ്ടാന്ന് പറഞ്ഞ് നീ പോയാ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിന്നെ പറഞ്ഞ വേർത്തേ കെട്ടി അവളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നോ? അങ്ങനെയാണോടി നീനെ മനസ്സിലാക്കിയിരുന്നേ? എൻ്റെ ഹൃദയത്തിൽ മാത്രമല്ല, എൻ്റെ ശ്വാസത്തിലും നീയാണെന്ന കാര്യം നീ മറന്നുപോയോ ഭദ്രേ? നിന്നെ ഞാൻ മറന്ന അപ്പം എൻ്റെ ശ്വാസം നിൽക്കുന്നുള്ള കാര്യം നീ എന്തേ ഓർത്തില്ല ഭദ്ര? അവൻ്റെ ശബ്ദം നേർത്തതായിരുന്നു. നിനക്കറിയോ, നിസ്സാര കാര്യത്തിൽ നീ എന്നോട് വഴക്കിട്ട് പണങ്ങിപ്പോയപ്പോൾ ഞാനെന്തുമാത്രം വേദനിച്ചു എന്ന്. എൻ്റെ ജീവിതം അവസാനിച്ച പോലെ എനിക്ക് തോന്നി. എന്നിട്ടും നിനക്ക് എന്നെ ഒട്ടും മിസ് ചെയ്തില്ല ഭദ്ര. എൻ്റെ ഈ മനസ്സും ശരീരവും എൻ്റെ ഭദ്രക്ക് മാത്രമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞ നീ മറന്നുകൂടി പെണ്ണേ. അവൻ പുറകിലൂടെ അവളൊന്നുകൂടി ചേർത്ത് പിടിച്ചു. കഴിഞ്ഞ 5 വർഷമായിട്ടതേ ഈ ഫോട്ടോസിലൂടെ നിന്നെ ഞാൻ കാണുകയായിരുന്നു, നിന്നോട് സംസാരിക്കുകയായിരുന്നു. അവൻ ചുമരിലേക്ക് ചൂണ്ടി പറഞ്ഞു. നീ എന്നോടൊപ്പം എൻ്റെ നെഞ്ചോട് ചേർന്നുണ്ടായിരുന്നു. അവൻ അവളുടെ ഫ്രെയിം ചെയ്ത ഫോട്ടോ മേശയിൽ നിന്നെടുത്ത് അവളെ കാണിച്ചു. കേൾക്കുമ്പോൾ നിനക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നു. എന്നും എൻ്റെ പെണ്ണിനോട് പരിഭവവും പരാതികളൊക്കെ പറഞ്ഞു അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. എന്നിട്ടും നീ എന്നെ അറിഞ്ഞില്ലല്ലോ ഭദ്ര. അവൻ്റെ സ്വരമിടറി. നീ ഞങ്ങളെയൊക്കെ സങ്കടപ്പെടുത്തിയെന്ന് നിന്നെ കുറച്ച് വിഷമിപ്പിക്കണമെന്ന് കരുതിയാ എൻ്റെ കല്യാണം കഴിഞ്ഞ എല്ലാവരും പറഞ്ഞേ. പക്ഷെ അപ്പോഴും എന്നെ ഒന്ന് വിളിക്കാൻ പോലും തോന്നില്ലല്ലോ നിനക്ക്. അവനവളുടെ തോളിൽ മുഖം ചേർത്തു. അവൻ്റെ കണ്ണുനീർ അവളുടെ തോളിനെ നനയിച്ചു. ഒക്കെ കേട്ട് ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഭദ്ര. അവൻ മുഖമുയർത്തി നോക്കിയപ്പോൾ കണ്ണാടിയിലൂടെ അവനെ നോക്കി കരയുകയായിരുന്നു ഭദ്ര. അവൻ അവളെ തൻ്റെ നേരെ തിരിച്ചു നിർത്തി. അവൻ അവിടെ ഇരുകവളിലും പിടിച്ച് അവിടെ കണ്ണുനീർ തുടച്ചു. കരയില്ലേടാ ഭദ്ര, നീ ഇങ്ങോട്ട് നോക്കി. അയ്യേ, മനുവേട്ടൻ്റെ കുട്ടി കരയാണോ? മനുവേട്ട. അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അവനെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. സോറി മനുവേട്ട, ഐ ആം റിയലി സോറി. ഞാൻ കാരണം എൻ്റെ മനുവേട്ടന് ഒത്തിരി സങ്കടപ്പെട്ടു അല്ലേ? എന്തിനാ മനുവേട്ട ഇത്രയും ഞാൻ വേദനിപ്പിച്ചിട്ട് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നു? അവളവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അന്നത്തെ വാശിക്ക് ഇവിടുന്ന് പോകുമ്പോൾ കരുതിയില്ല ഇത്രയും വേദനിക്കേണ്ടി വരുമെന്ന്. മനുവേട്ടൻ്റെ കല്യാണം കഴിഞ്ഞു പറഞ്ഞപ്പോൾ എനിക്കെന്തോ എൻ്റെ ജീവൻ നഷ്ടപ്പെട്ട പോലെ തോന്നി. പക്ഷെ ഞാൻ വരുത്തി വെച്ചല്ലേ എന്ന് ഓർത്തപ്പോൾ പിന്നെ മനഃപൂർവ്വം എല്ലാവരിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് ഇവിടുത്തെ ഓർമ്മകളൊന്നും വേദനിപ്പിക്കാതിരിക്കാനാണ്. പക്ഷെ അതെനിക്ക് കഴിയായിരുന്നില്ല. എന്നാലും ഇനി ഒരിക്കലും മനുവേട്ടൻ്റെ ജീവിതത്തിൽ ഞാനൊരു കരടായിട്ടുണ്ടാകാൻ പാടില്ലെന്ന് തോന്നിയോണ്ടാ ഞാൻ ഒരിക്കലും പോലും വിളിക്കാന്ന്. പക്ഷെ ഇപ്പം എനിക്ക് ചിരിക്കണം കരയണമെന്നറിയാത്തൊരു അവസ്ഥയാണ്. കണ്ണീരിനിടയിൽ അവൾ പുഞ്ചിരിച്ചു. എന്നാൽ ഈ ഫോട്ടോസൊക്കെ എപ്പോൾ സെറ്റ് ചെയ്തു? നീ പോയി 2 ദിവസം കഴിഞ്ഞ്. നിന്നെ കാണാതെ ആകെ ഒരു ശ്വാസം മുട്ടലായിരുന്നു വേണ്ടേ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. സോറി മനുവേട്ട. അവൾ എൻ്റെ കൈ പിടിച്ച് പറഞ്ഞു. സോറി ഒന്നും വേണ്ട, പക്ഷെ എന്നെ വിഷമിപ്പിച്ചതിന് നിനക്ക് പണിഷ്മെൻ്റ് ഉണ്ട്. എന്ത് പണിഷ്മെൻറ്റ്? അവൾ അവനെ നോക്കി. എന്താന്ന് ഞാനിപ്പോൾ പറയാം. അവൻ പോയി ഡോർ ലോക്ക് ചെയ്തു. എന്തിനാ കഥ കഴിച്ച്? ആരെങ്കിലും വന്നാലോ?
നിനക്ക് പണിഷ്മെന്റ് ഇരുന്നേ വേറെ ആരും കാണണ്ട. മനുവേട്ട എന്ത്? അവൾ മുഴുവനാക്കുന്നതിന് മുമ്പ് അവൻ കാറ്റുപോലെ അവൾക്കടുത്തെത്തി അവളുടെ ഇടുപ്പിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ അത്തരങ്ങൾ കവർന്നു. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. മധുവൂറ്റുന്ന മൃണാളത്തെ പോലെ അവൻ അവളുടെ അധരങ്ങൾ മതിയാവോളം നുകർന്നു. അധരങ്ങളും നാവുകളും തമ്മിൽ ചേർന്ന ഇരുഹൃദയങ്ങളും ഒന്നായ ദീർഘമായ ചുംബനം. ഒടുവിൽ ശ്വാസം തടസ്സമായപ്പോൾ അവൻ അവളുടെ അധരങ്ങൾ വേർപ്പെടുത്തി അവളെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. അവളുടെ കവിളിലും നെറ്റിയിലും അവൻ അമർത്തി ചുംബിച്ചു. മനുവേട്ട, അവൾ നേർമയായി വിളിച്ചു. അവനൊന്ന് മൂളി. കഴിഞ്ഞ പണിഷ്മെന്റ് അതിന് ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മോളെ. അവനൊരു കള്ളച്ചിരിയോടെ മീശി വിരിച്ചവളെ നോക്കി. എന്താ? അവൾ ചോദിച്ചവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് കട്ടിലിനടുത്തേക്ക് നടന്നു. അവളെ കട്ടിൽ കിടത്തി അവനും കിടന്നു. മനുവേട്ട, എന്ത് ചെയ്യുന്നേ? അവനവളുടെ ചുണ്ടിന് കുറുകെ വിരൽ വെച്ചു. ഇനിയും നിനക്കെന്നെ വിട്ടുപോകാൻ തോന്നിയാലോ? അതുകൊണ്ട് നിന്നെ ഞാനിങ്ങെടുക്കുക. എൻ്റേത് മാത്രമായി. എന്താ? സ്വന്തമായിക്കോട്ടെ ഞാൻ. ഈ മനസ്സും പിന്നെ എനിക്ക് മാത്രം അവകാശപ്പെട്ട നിന്റെ ഈ ശരീരവും. മനുവേട്ട, എന്താ പെണ്ണേ? അവളവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൻ പുഞ്ചിരിയോടെ അവളുടെ ചുണ്ടിൽ നേർമയായി മുത്തി അവളുടെ കഴുത്തിൽ മുഖം ചേർത്തു. അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ ഇക്കിളിയാക്കി. മനുവേട്ടാ, എന്താ ചെയ്യുന്നേ? അതെ, എൻ്റെ ഈ പണിഷ്മെന്റ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഒത്തിരി ഇഷ്ടമായി. ശരിക്കും? അവനവളെ നോക്കി. അവളവനെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു. അതെ, നീ ഇടയ്ക്കൊക്കെ എന്നോട് പെണങ്ങോട്ടോ. എന്നാലല്ലേ എനിക്കിങ്ങനെ സുഖമുള്ള പണിഷ്മെന്റ് ഒക്കെ തരാൻ പറ്റൂ. പട്ടി. അവളവനെ നെഞ്ചിലൊരു ഇടി കൊടുത്തു. പിശാച്, എനിക്ക് വേദനിച്ചുട്ടോ നിന്നെ ഞാനിന്ന്. അവൻ വീണ്ടും അവളുടെ അധരങ്ങൾ കവർന്നു. അവളവനെ തല്ലി മാറ്റി. ഏകദേശം 2 മണിക്കൂറോളം കഴിഞ്ഞാണ് മനുവും ഭദ്രയും ഭദ്രയുടെ വീട്ടിലേക്ക് വന്നു. അവർ വന്നപ്പോൾ തന്നെ എല്ലാവരുടെയും മുഖത്തൊരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. ഭദ്രയ്ക്ക് എല്ലാവരും തന്നെ പറ്റിച്ചതോർത്ത് ദേഷ്യം വന്നു. അവളെല്ലാവരെയും നോക്കി ദഹിപ്പിച്ചു. നീ നോക്കണ്ട, ഞങ്ങളൊക്കെ മറന്നുപോയ നിനക്കേ. ഇത്രയെങ്കിലും തന്നിനെങ്കിൽ പിന്നെ ഞങ്ങൾ നിന്റെ കസിൻസ് ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോടി? അവളുടെ കസിനായ വീണ പറഞ്ഞു. ഓടി പട്ടി, നിനക്കൊക്കെ എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട്. മുത്തശ്ശി, എന്നാലും മുത്തശ്ശി ഇവർക്ക് കൂട്ടുന്നല്ലോ. ഭദ്ര മുത്തശ്ശിയെ നോക്കി പരിഭവിച്ചു. പിന്നല്ലാണ്ട് ഞങ്ങൾ ഇവനെ മറന്നുപോയ നിന്നെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? മുത്തശ്ശി ചോദിച്ചു. മോനെ സുദർശന, ഇനി ഇവള് മുങ്ങുന്നതിന് മുമ്പ് പിള്ളേരെ പിടിച്ചങ്ങ് കെട്ടിക്കാം. മുത്തശ്ശി ഭദ്രയുടെ അച്ഛനോട് പറഞ്ഞു. ആമേ, ശരിയാ, കണിയാറെ കണ്ട് ഇന്ന് തന്നെ മുഹൂർത്തം നോക്കാം, സുദർശനം പറഞ്ഞു. അല്ലട മനു, നിങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയിട്ട് 2 മണിക്കൂറായല്ലോ. ഇത്ര നേരം അവിടെ എന്തെടുക്കുകയായിരുന്നു? ഉണ്ണി ചോദിച്ചു. അതിപ്പോ ഈ 5 വർഷത്തെ വിശേഷങ്ങളുണ്ടായിരുന്നില്ല പറയാൻ, അല്ലേടി? മനു ഒളി കണ്ണാലെ ഭദ്രയെ നോക്കി. അവൾ അവനിൽ നിന്ന് ഓട്ടം മാറ്റി. പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുപോലെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടായിരുന്നോടോ? ഉണ്ണി ചോദിച്ചു. ഓടാവിടുന്ന് നീ വന്നേ. ഭദ്രയുടെ കൈയും പിടിച്ച് അവിടുന്ന് മുങ്ങാനൊരുങ്ങിയ മനുവിനെയും ഭദ്രയും കസിൻസ് എല്ലാവരും കൂടി പിടിച്ചെടുത്തി. അങ്ങനെ അങ്ങ് പോയാലോ? രണ്ടിനെയും മുഖത്തെന്തൊരു കളലക്ഷണം. എന്ത്? ഒന്നുമില്ല അല്ലേ മനുവേട്ടാ? അതെ, ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഒരു കാര്യം പറയായിരുന്നു. സത്യം, മനു ചിരിയോടെ പറഞ്ഞു. നന്നായി തന്നെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരൊറ്റ തവണ നിന്റെ വെറുതെ വിട്ടിരിക്കുന്നു, ഉണ്ണി പറഞ്ഞു. അങ്ങനെ ഏറ്റവും അടുത്ത ശുഭമുഹൂർത്തത്തിൽ തന്നെ മനു ഭദ്രയുടെ കഴുത്തിൽ താലിയാർത്തി അവളെ ജീവിത സഖിയാക്കി. ഭദ്രമുറിയിൽ സാരി മാറിക്കൊണ്ടിരുന്നപ്പോഴാണ് മനു അങ്ങോട്ടേക്ക് വന്ന്. പാവാടയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. അവൾ അവനെ കണ്ടതും സാരി തോളിലൂടെ ഇട്ടു. ഒന്ന് വിളിച്ചിട്ട് വന്നുകൂടായിരുന്നു മനുവേട്ട, ഞാൻ ഡ്രസ് മാറില്ലായിരുന്നോ? അതിനെന്താടി കുഴപ്പം, ഞാൻ നിന്റെ കെട്ടിയവനല്ലേ. ഇപ്പോൾ അവിടുന്ന് അവൾ അവനെ പിടിച്ചു തള്ളി. അവൻ ബെഡിലേക്ക് വീണു. അവൻ അവളെയും കൊണ്ടാണ് ബെഡിലേക്ക് വീണത്. അവൾ അവനെ നെഞ്ചിലേക്ക് വീണു. അവൻ അവളെ വയറിലൂടെ കെട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടിൽ ഉമ്മ വെച്ചു. അവൾ നാണത്താൽ അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി കിടന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ഉമ്മ വെച്ചു. പിന്നെ അവർ അവരുടേതായ സുന്ദര നിമിഷങ്ങളിലേക്ക് ചേക്കേറി.